എനിക്കറിയേണ്ടത് ഈ ശ്രേയസ് കപൂർ എന്ന് പറയുന്ന ആളുമായി മറ്റെന്തെങ്കിലും തരത്തിലൊരു റിലേഷൻഷിപ്പ് അഞ്ജുവിനുണ്ടോ എന്നാണ്. അറിയില്ല, പക്ഷെ അവിടെ റൂം നിറയെ അയാളുടെ ഫോട്ടോസ് ആണ്. അതുകൊണ്ടാ ഫൗസിയെ പേഴ്സണലായിട്ട് കാണാന്ന് വിചാരിച്ച. അതെ അതെ, ഒരു ഫാമിലി ഫ്രണ്ട് എന്ന നിലയ്ക്ക് മാഡം ഒന്ന് അഞ്ജുവിനെ കൗൺസിൽ ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നിങ്ങളുടെ മകളോട് പറയാൻ നിങ്ങൾക്ക് യാതൊരു ലിമിറ്റേഷൻസും പാടില്ല. സെക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പേരൻസ് എന്ന നിലയ്ക്ക് തുറന്നു പറയണം. പിന്നെ മിസ്റ്റർ അലക്സ് പറഞ്ഞതുപോലെ ഞാനൊരു ഫാമിലി ഫ്രണ്ടല്ല, ഫാമിലി ഇല്ലാത്ത ഫ്രണ്ടാണ്. എ ഫ്രീ ബേർഡ്. ഐ ലവ് മൈസെൽഫ്. സത്യസന്ധരായ ഭാര്യമാർ കുറവാണ്, ഭർത്താക്കന്മാർ അതിലും കുറവ്. ഈ ശ്രേയസ് കപൂറിനെയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, അതെന്റെ പണിയാണ്. പല സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും അഞ്ജുവിന്റെ പടം വെച്ച് ആരാധനയുണ്ട്. ആരൊക്കെയാണ് ഈ ഫാൻസ്? ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഈയിടെയാണ് കുറെയൊക്കെ നോക്കാൻ തുടങ്ങിയത്. ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സാനിയ മിർസയോട് പറഞ്ഞേക്ക്, ചാറ്റ് ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു സമ്മാനവും സ്വീകരിച്ചേക്കരുതെന്ന്. അമ്മ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം കാണിക്കാം. കിടന്നുറങ്ങ്, നാളെ കാലത്ത് പ്രാക്ടീസ് ഉള്ളതാ. ഞാൻ ഇപ്പോഴേ പ്രാക്ടീസിലാ അമ്മേ. കം സിറ്റ്. എന്നതാ ഇത്? അമ്മ ഈ ടെന്നീസ് ടിപ്സ് ഒക്കെ ഒന്ന് കാണണം. എന്റെ കോച്ചിങ്ങിന്റെ നിലവാരം തന്നെ കൂടും. റിയാലിറ്റി ഷോകൾ വന്നപ്പോ അമ്മ ഇങ്ങനെ ബോറടിച്ച് ജീവിക്കുന്നത് എന്തിനാ? വാ, ഞാനൊരു കാര്യം അമ്മയ്ക്ക് കാണിച്ചു തരാം. അമ്മ പഠിച്ച സ്കൂളിന്റെ പേര് പറഞ്ഞേ. സെന്റ് ജോർജ് സ്കൂൾ, പൂഞ്ഞാർ. ദേ അമ്മ, അമ്മ എത്ര സുന്ദരിയായിരുന്നു. ദേ അമ്മയുടെ ഒരു സ്കൂൾമേറ്റ് ഓൺലൈനാ. ശ്രീകുമാർ. Alright then. Bye. ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു റോസ് അല്ലേ? നോക്ക്, എത്ര പെട്ടെന്ന് അമ്മയെ തിരിച്ചറിയുന്നു. ഹായ്, ഞാൻ ശ്രീകുമാർ, റോസിന്റെ പഴയൊരു ഫാനാ. നോക്ക്, അമ്മയ്ക്കൊരു ഫാൻ. വെയിറ്റ്, ഓ, ഞാൻ ഓർക്കുന്നില്ല. ഓർക്കണമെന്നില്ല, ഔട്ട് പെറുക്കിയായിട്ട് കുറെ സേവനം അനുഷ്ഠിച്ചതാ. ഈ ഫോട്ടോ ഒന്ന് നോക്കി. ആ, ചെറിയൊരു ഓർമ്മ. ഒരിക്കൽ ബാസ്കറ്റ്ബോൾ നെറ്റിലേക്ക് ഇടാനായി റോസ് എന്നെ പൊക്കിയെടുത്തു. പക്ഷെ ഞാൻ താഴെ വീണു. അന്നെന്റെ നെറ്റി മുറിഞ്ഞു. നെറ്റിയിലെ ആ മുറിവ് ഇന്നും കാണാം ഫോട്ടോയിൽ. ശ്രീകുമാർ, നമ്മള് പൊതിച്ചോറൊക്കെ ഷെയർ ചെയ്തിരുന്നു. ശ്രീ ഇപ്പൊ എവിടെയാ? എന്ത് ചെയ്യുന്നു?
ഓ, അതൊരു കഥയാണ്. ഒരു കണ്ണുനീര് സീരിയൽ. അതിന്റെ ഇപ്പോഴത്തെ എപ്പിസോഡിൽ ഒരു കോൾ സെന്ററിൽ എത്തിപ്പെട്ടിരിക്കുന്നു. Wow, chatty. നീ നിന്റെ അമ്മയുടെ വയസ്സ് 10 വർഷം കുറച്ചല്ലോടി. What a start! Let's start singing. Yeah, give me the guitar. ഇതാ Okay, here goes for you. He loves you, yeah. ഹായ്. ഹായ്, ഒരു വാർത്തയുണ്ട്. എന്താ പുതിയ ജോലി കിട്ടിയോ? ഹേയ്, ഞാൻ നാളെ തിരുവനന്തപുരത്തിന് വരുന്നു. എന്നെ കാണാനാണോ? അല്ല, ഒരു ഓഫീസ് ആവശ്യത്തിന്. ഓക്കെ. ഇവിടെ വരെ വരുന്നതല്ലേ, വീട്ടിൽ വന്നിട്ട് പോ. ഷുവർ, തീർച്ചയായും, വിത്ത് പ്ലഷർ. മീന, വരുന്നു. എന്താ തുറന്നു നോക്ക്. എനിക്ക് മേല സാരിയോ, മെറൂൺ കളർ, സൂപ്പർ മുന്താണി. എന്റെ ശ്രീയേട്ടാ, എന്തിനാ സിൽക്ക് സാരിയെല്ലാം വാങ്ങിയത്? വെറുതെ ഒരു കോട്ടൺ വാങ്ങിയാ അതെ, മതിയായിരുന്നു. പുതിയ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളമല്ലേ. മാത്രമല്ല, കുട്ടി ജനിച്ച പിന്നെ നിനക്ക് ഇതുവരെ ഗിഫ്റ്റ് ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, മറ്റന്നാ കാണാം. ശ്രീയേട്ടൻ എവിടെ പോകുന്നു? മറ്റന്നാ കാണാവുന്നോ? എന്തായി പറയുന്നേ? മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ട്രിവാൻഡ്രത്ത് എന്റെ കമ്പനിയുടെ 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെന്ന്. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അല്ലെങ്കിലും കുഞ്ഞുണ്ടായ പിന്നെ നിനക്ക് ഒരു കാര്യം ഓർമ്മയില്ല. എന്റെ കാര്യത്തിലാണെങ്കിൽ യാതൊരു ശ്രദ്ധയില്ല. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. അതിന് ശ്രീയേട്ടന്റെ നൈറ്റ് ഡ്യൂട്ടിയും പകലോർക്കൊക്കെ കഴിഞ്ഞു വരുമ്പോ എവിടെയാ സമയം? എന്നാ ശരി, ഞാൻ ജോലിയെല്ലാം വിട്ടിട്ട് നിന്റെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാം. അതെ, കിന്നരിച്ചേക്കാൻ സമയമില്ല, ട്രെയിൻ മിസ്സാവും. ഓക്കെ.